ചേട്ടൻ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ എന്താണ് ജീവിതത്തിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി പറയും, കുറേ ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ചു, ഉറങ്ങി, സെക്സ്. അല്ല, ഒരു ടിപ്പിക്കലി ഒരു മനുഷ്യനോട് നിങ്ങൾ ഇനിയിപ്പോൾ 2 കല്യാണം കഴിച്ചിട്ടുണ്ടാവും, 4 മക്കളുണ്ടാവും, 10 വീടുണ്ടാക്കിയിട്ടുണ്ടാവും, എന്തോ ആവട്ടെ, ചേട്ടൻ ഇത്രയും കാലം ചെയ്തതിനൊന്ന് ചുരുക്കി, ഇത്രയും കാലം ചെയ്തതിനൊന്ന് ചുരുക്കി പറയാൻ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, വിശ്രമിച്ചു, സെക്സ് എന്ന് തന്നെ ഒരുവിധം എല്ലാ ടീമിനെയും പറയാനുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തോ ഒരു മലമറച്ച കാര്യം പറയാം. അതാ ഞാൻ പറയുന്നത്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെ പറയാം, ഞാനൊരു ഓട്ടോ ചാർജിൽ അവിടെ കൊണ്ടുപോയി വിട്ടു എന്നൊക്കെ, അത് അയാൾക്ക് പറയാം. അപ്പോൾ ഈ 10ൻ്റെ 20ൻ്റെ ഇടയിലാണ് ഇവിടെ ഉണ്ടാകുന്നത്. 20 മുതൽ, അതായത് നമ്മളിപ്പോൾ ഏറ്റവും ഫേമസ് ആയ ഒരാളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ബോളിവുഡിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ 35 ഡിഗ്രി ഒക്കെ ഉണ്ടാവും. എന്താ ദൈവം എന്നുള്ള ആദ്യം മനസ്സിലാക്കുന്നത്. ഈ 35 ഡിഗ്രി വരെയും അതേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ളവരൊന്നും ഇപ്പോൾ ഇന്ത്യയിലില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 50 ഡിഗ്രി കഴിഞ്ഞത് മുതലാണ് ഒരാൾ ദൈവികതയിലേക്ക് എത്തുന്നത്. 50 ഡിഗ്രി കഴിഞ്ഞ മുതൽ ആൾക്ക് മറ്റുള്ളതിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. കേൾക്കണം. അപ്പോൾ ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ ഒരിക്കലും ദൈവമാക്കരുത്. കാരണം ആ വ്യക്തിയുടെ ഡിഗ്രി എന്ന് പറഞ്ഞ ഇതാണ്.